ലൈവിലിപ്പോൾ ആതിര തിരി കൊളുത്തിയ ബോംബ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നൂറ ഇന്നലെ നൈറ്റ് അപ്പാനിയോടും അക്ബറിനോടും പറയുന്നുണ്ടായിരുന്നു, ഒരു പേപ്പറിൽ അനു PR-ന്റെ നമ്പർ എഴുതി ആദിലേക്ക് കൊടുത്തിട്ട് അക്ബറിനെ കരിവാരി തേക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് അക്ബർ കരയുന്നുണ്ടായിരുന്നു. ഇത്ര ദുഷ്ടതരം കാണിക്കരുത്, ഇത്ര ചീപ്പ് ഗെയിം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ കരയുന്നുണ്ടായിരുന്നു. ഈ വിഷയം ഹൗസിൽ അനു ഒഴികെ ബാക്കി ഒരുമാതിരിപ്പെട്ടവരെല്ലാം അറിഞ്ഞിരുന്നു. അനുവിന് അതിന്റെ ഒരു ചെറിയ ക്ലൂവും കിട്ടിയിരുന്നു. ഇതിപ്പോ ജിഷിൻ അനുവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അനു പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ജിഷിൻ ചേട്ടാ, ഞാനും ഒരു മനുഷ്യനാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചേട്ടാ. ഞാൻ അവൾക്ക് എഴുതി കൊടുത്തത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. എന്നിട്ട് ഞാൻ അവളോട് പറയുകയും ചെയ്തു, ഇത് ചേച്ചിയുടെ കയ്യിലാണ് എൻ്റെ നമ്പർ ഇപ്പോൾ ഉള്ളത്, ചേച്ചിയോട് പറയണം എനിക്ക് സുഖമാണെന്ന്, പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു PR-നോട് എന്തെങ്കിലും പറയണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറയാനാ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്നതൊക്കെ പറയാൻ. ഇത് നടക്കുന്നത് പണ്ടാണ് ചേട്ടാ, ഇവിടെ വൈറ്റ് കാർഡ്സ് ഒക്കെ വരുന്ന ആ ഒരു ടൈമിലാണ്. അന്ന് എൻ്റെയും അവളുടെയും പേര് എവിക്ഷനിലുണ്ടായിരുന്നു. അന്ന് അതിൽ പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്, അന്നാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഞാൻ അക്ബറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ചേട്ടാ. അവളുടെ നമ്പർ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ചേട്ടാ. ഇന്നലെ ഇതിൻ്റെ ഒരു ക്ലൂ കിട്ടിയപ്പോൾ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളോട് ചോദിച്ചു, ഇപ്പോഴും എൻ്റെ നമ്പർ കയ്യിലില്ലേന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അത് ഞാൻ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ കളയില്ല ചേട്ടാ. നൂറയ്ക്ക് ഇതെല്ലാം അറിയാം, നൂറയ്ക്ക് അറിയാം ഇത് എൻ്റെ നമ്പർ ആണെന്ന്. നൂറയുടെ കയ്യിലുണ്ടാവും ആ പേപ്പർ ഇപ്പോഴും. എൻ്റെ ബെഡിലിരുന്നാണ് ഞാനത് ടിഷ്യൂവിൽ എഴുതിയത്, ഐലൈനർ കൊണ്ടാണ് എഴുതിയത്. നൂറയ്ക്കെല്ലാം അറിയാം, അവളുടെ കയ്യിലുണ്ടാവും ആ പേപ്പർ, അവളുടെ കബോർഡിലുണ്ടാവും അത് പേപ്പർ, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട്. അപ്പാനി, ആര്യൻ, ഒനിയിൽ എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആര്യൻ അപ്പാനി പറയുന്നുണ്ട്, നീ നേരിട്ട് സംസാരിക്കുക. അപ്പാനി ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാനിത് സംസാരിക്കാൻ നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് മൂടില്ലെന്ന് പറഞ്ഞു വന്നില്ലല്ലോ. അപ്പോൾ അനു പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതാണ് നിങ്ങൾ പറയാൻ വരുന്നതെന്ന്. അക്ബർ ഇപ്പോൾ പറയുന്നത് നിന്നോടൊന്നും സംസാരിക്കേണ്ട, ഇനി അതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, അവൻ വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ അക്ബറിനെ തിരക്കാൻ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകട്ടെ, അങ്ങനെ ഒരാളെ നശിപ്പിച്ചിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ട. തലേ കൈവച്ചുകൊണ്ട് അനു പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ്, എൻ്റെ ദൈവങ്ങളാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചേട്ടാ. നൂറയ്ക്കെല്ലാം അറിയാം, ഒന്ന് ചോദിക്കൂ ശൈത്യ എന്ന് ശൈത്യയോട് പറയുമ്പോൾ ശൈത്യ പറഞ്ഞു, ഞാൻ ഇതിൽ ഇടപെടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ തന്നെ പോയി ചോദിക്കുക, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അല്ലേ. അനു എഴുന്നേറ്റ് വന്ന് നൂറയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നൂറ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, നീയും ആദിലയും തമ്മിലുള്ള ഇഷ്യൂ ആണ്, നിങ്ങളാണ് സംസാരിച്ചത്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അനു ചോദിക്കുന്നു, എന്തിനാ നൂറ ഇങ്ങനെ കള്ളം പറയുന്നത്, നിനക്കെല്ലാം അറിയാമല്ലോ, നിന്റെ മുന്നിൽ വെച്ചല്ലേ എല്ലാം സംസാരിച്ചത്, ഞാൻ നമ്പർ എഴുതി കൊടുത്തതും എല്ലാം നിന്റെ മുന്നിൽ വെച്ചല്ലേ, നീ എന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു നൂറ കുനിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി അനുവിനോട് പറയുന്നുണ്ട്, ആദില ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ സംസാരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇപ്പം കരയുന്നത്, നീ കരച്ചിൽ നിർത്ത്, ആദില ഉണ്ടെങ്കിലല്ലേ നീ അതിനെ പറ്റി ക്ലാരിറ്റി ചോദിച്ചിട്ട് കാര്യമുള്ളൂ, ആദില ഇല്ലല്ലോ, അപ്പം നീ സംസാരിച്ചിട്ട് കാര്യമില്ല, നീ എന്തിനാണ് വെറുതെ കരയുന്നത്, നീ കരച്ചിൽ നിർത്ത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. നെവിൻ അപ്പോൾ വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, ഇതൊരു അലിഗേഷൻ ആണ്, അത് നീ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒരു കാര്യമില്ല, കാരണം ആദിലയല്ല ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിന്നോട് സംസാരിക്കാൻ, അപ്പോൾ അതൊരു അലിഗേഷനായിട്ട് എന്നും അവിടെ തന്നെ ഉണ്ടാവും, നീ അത് കരഞ്ഞുകൊണ്ട് ഒന്നും ഒരു കാര്യവുമില്ല. ഇതിലിപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളതൊന്നും ക്ലിയർ ആയിട്ട് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇതിപ്പോൾ അനു പറയുന്നു അനു അങ്ങനെ ചെയ്തിട്ടില്ല, നൂറയ്ക്കെല്ലാം അറിയാമെന്ന്. നൂറയ്ക്കത് അറിയാമെങ്കിൽ നൂറ അത് സംസാരിക്കേണ്ടതായിരുന്നു. ഇന്നലെ അക്ബറിനോട് നൂറ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതെങ്കിലും എല്ലാവരെയും മുന്നിൽ വെച്ച് സംസാരിച്ചാൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി.